ഹായ് ഹലോ നമസ്കാരം. ബോച്ചയാണ് സബ്ജക്റ്റ്. വേറൊന്നുമില്ല, നമ്മുടെ ഹെൽനോസ് പാട്ട. അപ്പം ഹെൽനോസ് പാട്ട ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറകെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി അരിപ്രശ്നമാണ്. ഈ ഒരു വിഷയം അരിപ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഹെൽനോസ് പാട്ടയും സായി ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളൊക്കെ വലിയ പുരോഗമനവാദമൊക്കെ പറയുന്നില്ലേ? എക്സ്പെഷ്യലി അരിയണ്ണനോട്, അതായത് അരിസി അണ്ണനോട് സായിയോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ചാനലാണ് നമ്മുടെ. എന്നാലും അയാൾ പറയുന്ന ശരി തെറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി വ്യാഖ്യാനിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെൽനോസ് പാട്ട ഇറ്റ്സ് ഓക്കെ, എനിക്കിഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ ഇതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. ബോച്ചെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഈ പ്രൈമറി പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെൽനോസ് പാട്ടയെ വിളിക്കുന്നു. ഹെൽനോസ് പാട്ടയെ വിളിച്ചിട്ട് പിന്നെ മാനേജറാണ് സംസാരിക്കുന്നത്. മാനേജറിന്റെ പേര് അത് ഇത് മാടേ പോടെ എന്തും ആയിക്കോട്ടെ. അപ്പൊ അതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പം മാനേജറെ വിട്ടിട്ട് ഹെൽനോസ് പാട്ടയൊക്കെ വളയ്ക്കുന്ന കളി ചോദിക്കുക, പച്ചക്ക് അങ്ങനെ പറയാം. ആ രീതിയിൽ ഈ മാനേജറെ ചോദിക്കുന്നുണ്ട്. ഹെൽനോസ് പാട്ടയ്ക്ക് പറ്റുമെങ്കിൽ പറ്റുമെന്ന് വേണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണം. അതല്ലേ എൻ്റെ മാന്യത. വളരെ ലളിതമായിട്ട് പറയാം. അയാൾ എത്ര മാന്യമായിട്ടാണ് ഈ കാര്യം അപ്പോൾ ചെയ്തത്. ഇയാളുടെ എല്ലാ പ്രവൃത്തിയൊന്നും നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ഇയാള് ചെയ്യുന്ന ഒന്നും ശരിയല്ല. ഇയാള് ഈ പറയുമാതിരി പബ്ലിക്കില് ഇതേ കണക്ക് ഡബിൾ മീനിങ് ഉള്ള വർത്താനം പറയുന്നതാണ് നമ്മൾ എതിർക്കുന്നത്. അയാളുടെ ഈ അവസരത്തെ മുതലെടുക്കുകയാണ് ഇവിടെ സീക്രട്ട് ഏജന്റും അതേ കണക്ക് ഹെൽനോസ് പാട്ടയും ചെയ്യുന്നത്. നടന്നതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ അവസരത്തെ മുതലെടുക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു പോകുക. ഇതിനകത്ത് എവിടെയാണ് ബോച്ചയുടെ ഒരു കുറ്റം? അങ്ങനെ ഒരു മൈൻഡ് ആണല്ലോ നമുക്ക്. ഇപ്പോഴാണ് ഛേ ആയി പോയത്. ആ ഇൻസിഡന്റിന് ശേഷം ഛേ വെറും കിട്ടും. അതാണ് എന്റെ മൈൻഡിൽ. എന്താണെങ്കിലും അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു. കാരണം കുറച്ച് സമയം എടുക്കും പിസ്സ കിട്ടാൻ. അപ്പൊ നമ്മൾ കുറച്ച് മാറി നിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചാൽ മതി. ഇയാൾ എന്നോട് ഡയലോഗ് അടിച്ചു. ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്തിനാ എല്ലാരെയും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പൊ എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു സാധനം കൺവേ ചെയ്തിട്ടില്ല. ഇയാൾ എന്നോട് എന്തിനു നിങ്ങൾ ഇത്ര പേര് വന്നേന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇയാൾ പറയുകയാണ്, ഹെലനോസ് പാട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ബോച്ചയെ കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പൂശ മീൻസ് വാട്ട്? ഒരാളെ അടിക്കണം എന്ന് പറയാം, ഓക്കെ? ഇല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് മുതൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി നിങ്ങൾ വന്നു. ആ ലൈന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇയാളെ ബോഡി ലാംഗ്വേജ് വർത്താനം, ഇയാൾ ആ ഒരു ഫോർവേഡ് ലൈനിലാണ് ഇയാൾ ഈ വർത്താനം പറഞ്ഞത്. എനിക്ക് അന്ന് പോളി. ഈ സംഭവം നടന്ന അല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇതിനകത്ത് എന്താണ് സീക്രട്ട് ഏജന്റ് വലിയ പുരോഗമനവാദിയായ പരസ്യമായിട്ട് ഭാര്യയെ പിടിച്ച് ഉമ്മ വെക്കുന്ന സീക്രട്ട് ഏജന്റിന് തെറ്റായിട്ട് തോന്നിയത്? അവർക്കൊരു ആവശ്യമുണ്ട്. അത് നിങ്ങളോട് മാന്യമായ രീതിയിൽ ചോദിച്ചു. നിങ്ങളതിന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവരോട് പെരുമാറി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനെയുള്ള ഇത് അത് പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഹെൽനോസ് പാട്ട ഇങ്ങനെ വിളിച്ചുകൊണ്ട് വളച്ചേർത്തി ഇങ്ങനെ ചോദിക്കുക. തന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. താല്പര്യം ഉണ്ടോ ഇല്ലയെന്നും താനല്ല പറയേണ്ടത്, അത് അവളാണ് പറയേണ്ടത്. അത് താല്പര്യമില്ല എന്നവളുടെ വീഡിയോ എന്ന് വ്യക്തമാണ്. പക്ഷെ താനതിനെ വലിയ ഈ സമയത്ത് വന്നിട്ട് ബോച്ച അടിക്കാനുള്ള ഒരു സംഭവമായിട്ടും അയാളെ ഭയങ്കര മോശക്കാരനാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഒരു സമയത്ത് ഹെൽനോസ് പാട്ടയുടെ സംസാരവും നിങ്ങൾക്കറിയാം, ടിക്ടോക്കുള്ള സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഹെൽനോസ് പാട്ടയെ നേരിട്ട് കണ്ടവർക്കേ അറിയുള്ളൂ. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ അല്ല ഹെലൻ. ഞാൻ ഒരു കുറച്ച് കൂടിപ്പോയൊരു 10 മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഹെലനോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അടുത്തിരുന്ന് സംസാരിച്ചൊന്നുമല്ല. ഹെലന്റെ ആ ഒരു സംഭാഷണവും രീതിയൊക്കെ ഞാൻ അടുത്തിരുന്ന് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഹെലനോട്. പിന്നെ അവര് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് കുറച്ചു നേരം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഹെലനെ അറിയാം. ഈ പ്രൈമറി എന്താ പറയുന്നത്, നമ്മുടെ കാതർക്കരിപ്പിടിയുടെ കല്യാണത്തിന് പോയപ്പോൾ. അപ്പൊ ആ രീതിയിൽ അറിയാം.
പണ്ട് ഹെലനെ പറ്റി പലതും പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയില്ല ഈ ഹെലൻ ഇനി പുള്ളിക്കാരന് നെഗറ്റീവായിട്ട് പറഞ്ഞു. അപ്പം ഈ കണക്ക് ഒരു പണി കൊടുക്കണമെന്നുള്ള രീതിയിൽ, അതായത് കൂടെ കിടത്തണമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അപ്രോച്ച് ചെയ്തു, വിളിച്ചു, മാന്യമായ രീതിയിൽ അത് അവതരിപ്പിച്ചു. പിടിച്ചൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര ഇതായിട്ടുള്ള. പിന്നെ വേറൊരു ഫ്രണ്ടിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ഇത് കഞ്ഞിപ്രശ്നമാണ്, അരിപ്രശ്നം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാര്യം ഈ ഒരു അവസരം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഒരു അവസരം മുതലെടുത്ത് ഹെൽന സ്പാട്ടയ്ക്ക് ഒരു കണ്ടന്റായി, സായിക്ക് ഒരു കണ്ടന്റായി. സായി ഈ പറയുന്ന പുള്ളിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഈ കാരണമാവട്ടെ ഏത് കാരണമാവട്ടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ വീഴ്ച അങ്ങോട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇതെടുത്ത് വെച്ച് മുതലാക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ചോദിക്കും, ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിന്റെ പെങ്ങളാണെങ്കിൽ, നിന്റെ ഭാര്യയാണെങ്കിൽ, നിന്റെ അനിയത്തിയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാമോ എന്നൊക്കെ ആയിരിക്കും. എടോ, മാന്യമായിട്ടുള്ള രീതിയിൽ ചോദിച്ച്, അത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിഷയം? ഇയാൾ അവിടെ കിടന്ന് കയറ് പൊട്ടിച്ച് ആ ഒരു പ്രോഗ്രാം അലങ്കോലമാക്കാൻ നോക്കിയതും പോരാ, കുട്ടിയിപ്പ അയാളുടെ അതെന്ത് മര്യാദയാണ്? മനസ്സിലാവുന്നില്ല. പുരോഗമനം പറയുന്നവര് അത് പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരണം. അതിനെ ഒരു വിക്ടിം കാർഡായിട്ട് ഇറക്കാനും പാടില്ല. അതെന്റെ ഒരു മര്യാദയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പുരോഗമനവാദം പറയരുത്. പ്രോഗ്രസീവായി സംസാരിക്കുന്ന ആൾക്കാരെന്നൊന്നും വാദമൊന്നും നിർത്തരുത്. എത്രയും മാന്യമായിട്ട് അയാളും ചോദിച്ചില്ല, അയാൾക്ക് ചോദിക്കാൻ ചമ്മൽ ഉണ്ടായതുകൊണ്ട് അയാളുടെ മാനേജറെ വിട്ട് അയാൾ കാര്യമായിട്ട് ചോദിച്ചു. ഇതിലെന്താണ് തെറ്റ്? അത് അത്ര വലിയ മോശപ്പെട്ട കാര്യമാണ്. എനിക്കറിയാം ഇതിന്റെ കീഴിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഇതുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതിലും നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ ബോച്ചെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോച്ചെ ഇതൊന്നും അല്ല, ഇതിലും വലിയ ക്രമീകരണം മോശം പ്രവൃത്തികളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒരു സ്ത്രീയെ കയറി പിടിച്ച വിഷയമൊക്കെ ഇതിന്റെ പിന്നാലെ ഉണ്ട്. അവരാരും വ്യക്തമായി രംഗത്ത് വന്നിട്ടില്ല. അപ്പൊ ഇയാള് ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ട് ഈ സിനിമ ഫീൽഡിലുള്ള ഒരു സ്ത്രീയോട് ഭയങ്കര അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട്. അയാളുടെ മോശം വശങ്ങൾ അത് അവർ പറയുമ്പോൾ ഇതൊക്കെ. പക്ഷെ ഈ സമയത്തൊന്ന് അരിക്കുള്ള വഴി ഉണ്ടാക്കുന്ന പരിപാടി നാറിയ പരിപാടിയാണ് കണ്ടന്റ് മേക്കിംഗ്. ഇതിനകത്ത് സീക്രട്ട് ഏജന്റിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെൽന സ്പാട്ടയ്ക്ക് ഇത്ര സംഭവമൊക്കെ വന്നിട്ട് അതിൽ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. ഹെൽന സ്പാട്ടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഞെട്ടിപ്പോയി. ഇതിനും മോശം അനുഭവങ്ങളൊക്കെ ആ കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലെ ആ ഇഷ്യൂ തന്നെ ഭയങ്കര മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾക്ക് ഞെട്ടാൻ തോന്നിയിട്ടില്ല. എന്തിനാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു സംഭവം? ഇതിപ്പം ഇങ്ങനൊരു സംഭവം വരുമെന്ന് എനിക്കൊരു 3-4 മണിക്കൂർ മുമ്പേ അറിയായിരുന്നു. ഞാൻ ഈ കണ്ടന്റ് എടുക്കണോ വേണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, പ്രോഗ്രസീവായിട്ട് സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രോഗ്രസീവ് അല്ലാത്തൊരു കാര്യം വരുമ്പോൾ അത് നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നു. പ്രോഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ബോച്ചെ ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ബോച്ചെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ? ഇതിലും നന്നായിട്ട് ആള് ഈ ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെ അപ്രോച്ച് ചെയ്യും? സോ എന്താ പറയുന്നത്, പിന്നെ ബോച്ചയുടെ ഡബിൾ മീനിങ് അത് ഭയങ്കര മോശമാണ്. അത് ഒരു പെൺകുട്ടിയെ ഇയാള് തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഖത്തറിൽ കൊണ്ടുപോവാണ് ഫുട്ബോൾ കളിപ്പിക്കാൻ വേണ്ടി. ഒരു 10-13 വയസ്സ് കാണും ആ പെൺകുട്ടിയോട് അയാൾ സംസാരിക്കുന്നത്. കളിക്കാൻ കൊണ്ടുപോകുന്നു. അതേ കണക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 3 പേര് കാണും. അത് കഴിഞ്ഞിട്ട് അർത്ഥം വെച്ച് അത് എന്നിട്ട് അയാൾ പറയുന്നത് അത് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അയാൾക്ക് തന്നെ അറിയാം അയാൾ പറയുന്നത് ഈ ഡബിൾ മീനിങ് ആണെന്ന്. അപ്പൊ പിന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഇതിനെ പറ്റിയാണ് പറയുന്നത്, കപ്പിനെ പറ്റിയാണ് പറയുന്നത്, 3ാമത് ഒരാളെന്ന്. കപ്പൊക്കെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ബോച്ചയുടെ ചിലയെന്നല്ല, അയാളെ 90-100% ഈ കഴിഞ്ഞ പ്രാവശ്യം പോലും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീക്കെതിരെ ഭയങ്കര മോശമായിട്ട് ഇയാൾ ഈ പറയുന്ന എന്റെ സാധനം ഇത് നോക്കാന്ന് ഇന്നും ഈ ബോച്ചയുടെ ആൾക്കാർ അവരെ ബുള്ളി ചെയ്യുന്നുണ്ട്. ബോച്ചയ്ക്ക് കുറച്ച് പ്രിയ ടീമും കൊണ്ടുണ്ട് കേട്ടോ. ഒരു ബുദ്ധിയും വിവരമില്ലാത്ത, തലയ്ക്ക് സുഖമില്ലാത്ത, വിവരമില്ലാത്തവന്മാർ കുറച്ചവന്മാരൊക്കെ ഇപ്പം എന്തായാലും കേസിനകത്തൊക്കെ പെട്ടിട്ടുണ്ട്. ആരും എന്തും പറയും. ഇങ്ങനെ കുറെ പ്രാണികളുണ്ട്, ഈ അല്പശ്വാസ ജീവികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഒന്ന് പൊട്ടി വളരും. പിന്നെ കുറെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ടാക്കും. എന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ 4-5 പേരെ, അതിന്റെ നേതൃത്വം നൽകുന്ന 4-5 പേരെ മുന്നോട്ട് വെക്കും. അവരെ കൊണ്ട് സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഈ താഴെ ഇരിക്കുന്ന ക്രമീകരണങ്ങളോട് പറയും. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾക്കറിയാം ഈ പവറിനെ പോലുള്ള
ചാനലുകളൊക്കെ. അപ്പോൾ ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഭവത്തിനെതിരെയാണ് ഈ നമ്മുടെ ഹണി റോസ് കേസ് കൊടുത്തത്. ഹണി റോസ് ചെയ്തതിനോട് 100% യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് വന്നിരുന്ന ഒരുപാട് പേര് രാഹുൽ ഈശ്വറൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഭയങ്കര അവരുടെ ഡ്രസ്സിങ് ഭയങ്കരമായിട്ട് മോശം നിൽക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്, ഈ രാജ്യത്തുണ്ട്. ഇവിടെ ഇതേ വന്നിരുന്ന് എന്തായിരുന്നു കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ ബിക്കിനി സഹിതമായിട്ടേക്കുന്ന കൃഷ്ണകുമാറിന്റെ മക്കളെ ഒക്കെ ഇല്ലാത്ത എന്ത് കുഴപ്പമാണ് ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിൽ നിങ്ങൾ കണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രാഹുൽ ഈശ്വർ വന്നിരുന്ന് പറയാറുള്ളത് കൃഷ്ണകുമാറിന്റെ ഫാമിലി പറയുന്നു, കൃഷ്ണകുമാറിന്റെ മകളെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അയാൾ ഇടയ്ക്ക് വെച്ച് ഒരു സംസാരത്തിലൊക്കെ ഇയാൾ വന്നിരുന്നു, ചാനലിൽ വന്നിരുന്നിട്ട് അയാളുടെ ഇതാണ് ഭാരതീയമായി ചിന്തിക്കുന്നത് കൊണ്ടാണ്, ഇന്ത്യയെ പറ്റിയുള്ള ആകുലതകളെ കൊണ്ടാണ് ഇത് കണ്ണ് കടിച്ചിട്ട് കുറെ കമ്മികൾ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവര് ചെയ്യുന്നതിനെക്കാട്ടും മോശം ഡ്രസ്സ് ഈ ബിക്കിനിയൊക്കെ ഇവർ ഇട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഹണി റോസ് അങ്ങനെ ബിക്കിനി ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് വരുന്നത്. ഇനി ഇട്ടാലും അത് അവരുടെ വ്യക്തി ഇതാണ്. ഞാൻ പറയട്ടെ, ഇതിലും മേൽമുണ്ടില്ലാതിരിക്കുന്ന എത്രയോ ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് മുഴയില്ലാത്തതുകൊണ്ട് ഈ പറയുമാതിരി ഒത്തിടായിട്ട് തോന്നുന്നില്ലേ? എന്നാൽ എത്രയോ പേരെ ആകർഷിക്കുന്ന സംഭവമാണത്. ഇതുപോലെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഡ്രസ്സ് ഇടുന്നു. ആണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, വലിയ ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉടുപ്പൂരിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്ര തെണ്ടിത്തരങ്ങളെ ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വറൊക്കെ ലോകപ്പൊട്ടനാണെന്ന് അറിയാം. ലോകപ്പൊട്ടനാണ്, മണ്ടനാണ്, അയാൾ വിവരമൊക്കെ ഇടയിൽ പറയുകളെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് സായിയോടും ഹെൽനോസ് പാട്ടയോടും പറയാനുള്ളത്, പുരോഗമനവാദമായിട്ട് പറയാനോ പുരോഗമനവാദം സംസാരിക്കാനോ വരുന്ന, പ്രോഗ്രസീവായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ തന്നെ ഇതിന്റെ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ടുവരുന്നത് നല്ലതല്ല. ഒരിക്കലും അനുകൂലിക്കാൻ പറ്റത്തില്ല. ഇതെനിക്ക് പറയണമെന്ന് തോന്നി, എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും, അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ വളരെ മാന്യമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.